ഉണ്ണി മിശിഹായുടെ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങൾ സന്തോഷമായിരിക്കുന്നോ? സാന്റ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയും നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയും, പിന്നെ ക്രിസ്മസ് കാലമല്ലേ, നിങ്ങൾ ക്രിസ്മസിനായി ഉണ്ണി മിശിഹ നിങ്ങളുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ വന്നു പിറക്കാനായി സുഹൃത ജപങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ചൊല്ലുന്നുണ്ടോ എന്നറിയാനായി വന്നതാ. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? സാന്റ പറയുന്നത് മക്കള് ശ്രദ്ധിച്ച് കേൾക്കണേ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച സത്യമായ കഥയാണ്. നസ്രത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ പരിശുദ്ധിയും നന്മ നിറഞ്ഞവളുമായ മറിയത്തിന് മാലാഖ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയം പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? മാലാഖ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. അങ്ങനെ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. ഈ സമയം അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പന പ്രകാരം മറിയവും യൗസേപ്പും ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് പേരെഴുതിക്കാൻ യാത്രയായി. ബെത്ലഹേമിൽ അവർ എത്തിച്ചേർന്നു. അവിടെ ആയിരിക്കുമ്പോൾ മറിയത്തിന് പ്രസവ സമയമായി. സത്രത്തിൽ അവർക്ക് ഇടം ലഭിക്കാത്തതിനാൽ ആ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ ആടുകളെ പാർപ്പിച്ചിരുന്ന കാലിത്തൊഴുത്തിൽ മറിയം തൻ്റെ ദൈവപുത്രനെ പ്രസവിച്ച് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. എല്ലാ വർഷവും ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അങ്ങനെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്ന ദിനമാണ് ക്രിസ്മസ്. കുഞ്ഞുമക്കൾക്ക് ഉണ്ണിമിശിഹായുടെ കഥ ഇഷ്ടമായോ? നിങ്ങൾ ഉണ്ണിമിശിഹായോട് ദിവസവും നന്നായി പ്രാർത്ഥിക്കണം. ഉണ്ണിമിശിഹായ്ക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി വളരണം. കുഞ്ഞുമക്കളെ, നമ്മൾക്ക് അവിടെ 2-3 കുറച്ച് ചേച്ചിമാർ നിന്ന് സംസാരിക്കുന്നുണ്ട്, കഥകളൊക്കെ പറയുന്നുണ്ട്. അവർ പറയുന്ന കഥ എന്താണെന്ന് നമുക്ക് കേൾക്കാം. ചേച്ചിമാർക്ക് ഈ ക്രിസ്മസ് സമയത്ത് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഹാപ്പിയാണോ? ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എവിടെ വരെയായി? അടിച്ചു പൊളിക്കുന്ന ഒരു വിധം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോഴത്തെ ക്രിസ്മസും ഒക്കെ ആയിട്ട്? എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ചേച്ചിമാർക്ക് എന്തൊക്കെയാ പറയാ? പണ്ടത്തെ പോലെ ഇപ്പോഴത്തെ ക്രിസ്മസ് വലിയ എന്താ പറയാ സന്തോഷമൊന്നുമില്ല. ന്യൂക്ലിയർ ഫാമിലികളല്ലേ, അവരെല്ലാം അവരവരുടെ വീടുകളിൽ അതേപോലെ ഇപ്പൊ ലീവില്ല, ഒന്നുമില്ല. കാരണം ഇവിടെ ആ ഒരു നമ്മുടെ സറൗണ്ടിങ്ങിന്റെ ഉള്ളിൽ അങ്ങ് ഒതുങ്ങിപ്പോയല്ല. നമ്മളുടെ ചെറിയൊരു ജീവിതമല്ലേ, ഈ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ അനേക പ്രശ്നങ്ങളും വേദനകളും വിഷമങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടിരിക്കാതെ നമ്മൾ ഈ ഇടയ്ക്ക് ഇതിന്റെ ഇടയിൽ കൂടി ഒരു സന്തോഷം കണ്ടിട്ടുണ്ടേ. തീർച്ചയായും ഇവിടെ നമ്മളിങ്ങനെ ഓർത്ത് ഇങ്ങനെ ദുഃഖിച്ചിരുന്നാൽ എങ്ങനെയാ ശരിയാവും? ഇടയ്ക്ക് നമ്മളത് സന്തോഷിക്കാം. നമുക്ക് ക്രിസ്മസ് ഒന്ന് ആഘോഷിച്ചാലോ? റെഡിയാണോ? റെഡിയാണോ?
പാതിരാവിൽ ഓടിത്താരാട്ടിൻ ഈണങ്ങൾ കാതിൽ വൈക്കൽ തൻപുൽക്കൂട്ടിൽ തൂക്കി ഉണ്ണി പാട്ടുഞ്ചേരി മോതാൻ പാതിരാവിൽ ഓടിത്താരാട്ടിൻ ഈണങ്ങൾ കാതിൽ വൈക്കൽ തൻപുൽക്കൂട്ടിൽ തൂക്കി ഉണ്ണി പാട്ടുഞ്ചേരി താരകം മിന്നി തിളങ്ങിയ രാവ് 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 Happy Christmas!